നമസ്കാരം. ഏതാനും ദിവസങ്ങളായി ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം നിറയുന്നത് കച്ചത്തീവിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ തന്നെയാണ്. എന്തായാലും കച്ചത്തീവ് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJPയുടെ നീലഗിരിയിൽ നിന്നുള്ള ലോക്സഭാ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയുമായ എൽ മുരുകൻ. അദ്ദേഹം ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് അനുവദിച്ച അഭിമുഖത്തിനിടയിലാണ് എൽ മുരുകൻ കച്ചത്തീവ് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ പറഞ്ഞത്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു കച്ചത്തീവ് വിഷയത്തിന് തുടക്കം കുറിച്ചത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന, ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന കച്ചത്തീവ് കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ശ്രീലങ്കയുടെ കയ്യിലുള്ളത് എന്നതായിരുന്നു മോദി നടത്തിയ പരാമർശം. മാത്രമല്ല, കച്ചത്തീവ് സംരക്ഷിക്കാൻ കഴിയാതെ പോയ കോൺഗ്രസ് എങ്ങനെ രാജ്യത്തെ സംരക്ഷിക്കുമെന്ന ചോദ്യം കൂടി മോദി ഉന്നയിച്ചിരുന്നു. ഇത് പിന്നീട് വലിയ വിവാദമായി തന്നെ ആളിപ്പടർന്നു. എന്തായാലും കച്ചത്തീവ് വിഷയം ഏറ്റവും അധികം ചർച്ചയാക്കപ്പെടുന്നത് തമിഴകത്ത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നുള്ള BJPയുടെ കേന്ദ്രമന്ത്രി തന്നെ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ ശ്രീലങ്ക ഇതിനോട് ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇത്തരത്തിൽ നയതന്ത്ര തലത്തിൽ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ മറുപടി പറയാമെന്ന നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം വരെയും ശ്രീലങ്ക സ്വീകരിച്ചിരുന്നത്. നിലവിൽ എന്തായാലും എൽ മുരുകൻ കൂടി ഈ ഒരു പ്രസ്താവന ആവർത്തിക്കുമ്പോൾ, അതായത് കേന്ദ്ര സർക്കാർ കച്ചത്തീവ് തിരിച്ചു പിടിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ആവർത്തിക്കുമ്പോൾ വീണ്ടും കച്ചത്തീവ് തമിഴകത്തെ വിഷയമാകുമെന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് നിലവിൽ തമിഴ്നാട് ഭരിക്കുന്ന DMK സർക്കാരിനെ തന്നെയായിരിക്കും.